നമുക്ക് നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് കെൽവിൻ ബ്രിഡ്ജ്. അപ്പോൾ കെൽവിൻ ബ്രിഡ്ജ് യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കെൽവിൻ ബ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിക്കാം, ടു റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ദ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം അത് കെൽവിൻ ബ്രിഡ്ജ് ആണ്. സോ കെൽവിൻ ബ്രിഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. യൂഷ്വലി അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ കെൽവിൻ ബ്രിഡ്ജിൻ്റെ സെറ്റപ്പ് സർക്യൂട്ട്. ഇത് നമുക്ക് ഓൾറെഡി പാനൽ അവിടെ ഉണ്ട്. സോ ജസ്റ്റ് നിങ്ങളിതൊന്ന് നോക്കിക്കേ. സംഭവം ആദ്യം എന്തുകൊണ്ട്, ആദ്യം നമ്മൾ നേരത്തെ കൂട്ട് ഇവിടെ രണ്ട് ടെർമിനൽസ് ഉണ്ട്. ആ എക്സ് ആണ് അൺനോൺ, ഏതിൻ്റെയാണോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് അത്. സോ അതാണ് നമ്മുടെ അമ്മീറ്റർ അവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്തെന്ന് പറയുന്നത് രണ്ട് ടെർമിനൽസ് ഉണ്ട്, പ്ലസ് സിയും ഉണ്ട് മൈനസ് സിയും ഉണ്ട്. കണ്ടോ, പ്ലസ് സിയും മൈനസ് സിയും പ്ലസ് പിയും മൈനസ് പിയും ആണ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പ്ലസ് പിയും മൈനസ് പിയും പ്ലസ് സിയും നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കും. കണക്ഷന് മുമ്പ് പ്ലസ് പിയും പ്ലസ് സിയും മൈനസ് പിയും മൈനസ് സിയും എന്ന് വെച്ചാൽ താഴത്തെയും ഓക്കെ അതെ ഇത് രണ്ടും ഷോർട്ട് ചെയ്ത് വെച്ചേക്കും. ഇനി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് സോഴ്സ് കൊടുക്കും. ഇത് നമ്മൾ സപ്ലൈ സോഴ്സ് കൊടുക്കണം. സോഴ്സ് കൊടുക്കാനുള്ള ടെർമിനലാണ് ഡി സി സോഴ്സ് കൊടുക്കാറുണ്ട്. ഡി സി കോഴ്സ് കൊടുക്കുക. ദെൻ എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ ഉണ്ട്. സോ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് എക്സ്റ്റേണലി ആണ് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുക. സോ ഗാൽവനോമീറ്റർ എടുത്തിട്ട് ഇതിനെ ക്രോസ് കണക്ട് ചെയ്യുക. ദെൻ കോസും ഫൈനും ഉണ്ട്. നമ്മളറിയാം കോസും ഫൈനും ഞെക്കിയിട്ട് നമ്മൾ ഡിഫ്ലക്ഷൻ സീറോ ആണോ നോക്കാനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്റ്റേണലി കണക്ട് ചെയ്ത ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അത് സീറോ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് റേഞ്ച് ഉണ്ട്, മില്ലി ഓം ഉണ്ട്. ഇവിടെ മില്ലി ഓമിനെന്ന് പറയുമ്പോൾ നമ്മൾ റേഞ്ച് ഓരോ സ്ഥലത്ത് റേഞ്ച് ഇട്ടിട്ട് നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ ഈ മില്ലി ഓം എന്ന് പറയുന്ന രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻ സീറോ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓരോ പേഴ്സണെയും സെലക്ട് ചെയ്യുക, ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടുക. പിന്നെ ഇവിടെ ഒരു ടെർമിനലുണ്ട് കണക്ഷന് വേണ്ടിയിട്ട്. അതിനകത്ത് രണ്ടുണ്ട് ഡയറക്ഷൻ ഓഫ് റിവേഴ്സ്. അപ്പോൾ നമ്മൾ രണ്ട് റീഡിംഗ് ആണ് എടുക്കുന്നത്. ഒന്ന് നമ്മൾ ഡയറക്റ്റിലിട്ടിട്ട് എന്ന് വെച്ചാൽ ഈ നോബ് തിരിച്ചിട്ട് ഡയറക്റ്റിലോട്ട് ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഈ രണ്ട് ടെർമിനൽസ് ഇതും ഇങ്ങനെ കറക്കി ഡിഫ്ലക്ഷൻ സീറോ ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ആ സീറോ ആയ റീഡിങ് നമ്മൾ എടുക്കുന്നു. അത് അടുത്ത പോലെ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് കിടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സിലോട്ട് ഇട്ടിട്ട് റേഞ്ച് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നേരത്തെ കിടത്ത റേഞ്ച് തന്നെ ആയാലും മതി, ആ റേഞ്ച് തന്നെ സെലക്ട് ചെയ്തിട്ട് ഈ രണ്ട് സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സീറോ ആക്കുക. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് പിന്നെ ഒരു ഡയഗ്രോടെ കാണിച്ചു തരാം. ഇതാണ് ഒരു ഡി സി സോഴ്സ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ അമീറ്ററാണ് നമ്മൾ ഓക്കെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട, ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ട അൺനോൺ റെസിസ്റ്റൻസ്. ഇതാണ് ഗാൽവനോമീറ്റർ എക്സ്റ്റേണൽ. ഈ എക്സ്റ്റേണൽ ഗാൽവനോമീറ്ററാണ് അവിടെ ഗാൽവനോമീറ്റർ പൊസിഷനിലോട്ട് കൊടുക്കുന്നത്. ഇനി ഇതാണ് ഇവിടെ കൊടുക്കുന്ന സോഴ്സ്. അവിടെ ഡി സി സോഴ്സ് എന്ന് പറയുന്ന ഒരു ടെർമിനൽ കണ്ടില്ലേ, ആ ഡി സി സോഴ്സിലോട്ട് നമ്മളൊരു 3 ആംപിയർ സോഴ്സ് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കണക്ട് ചെയ്യണം കെൽവിൻ ബ്രിഡ്ജിനകത്ത്. വീസൻ ബ്രിഡ്ജിൽ നമുക്ക് ആ വോൾട്ട് മീറ്റർ മാത്രം ഒന്ന് കണക്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് കണക്ഷൻ ഡയഗ്രാം. ഓക്കെ, അവിടെ ഇവിടെ ഗാൽവനോമീറ്റർ, ഡി സി സോഴ്സ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റീഡിംഗ് എടുക്കുന്നത് എന്തെങ്ങനെയാണ്, ഫസ്റ്റ് ഡയറക്റ്റിലോട്ട് നോബ് ഇടുക, റേഞ്ച് മൾട്ടിപ്ലെയർ സെലക്ട് ചെയ്ത ഈ രണ്ട് മില്ലി ഓംസ് അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫ്ലക്ഷൻ ഓഫ് സീറോ ആക്കുക. ഡിഫ്ലക്ഷൻ ഓഫ് സീറോ ആക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ ഈ കോസും ഫൈനും കൂടെ ഞെക്കി നോക്കുമ്പോൾ ഡിഫ്ലക്ഷൻ സീറോയിൽ നിന്ന് മാറും. അങ്ങനെ മാറാൻ പാടില്ല. അപ്പോൾ ഏത് വാല്യൂവിനാണോ അത് സീറോയിൽ തന്നെ ഉറച്ച് നിൽക്കുന്നത് ആ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ.